മോക്ക് ടെസ്റ്റ് 9 പ്രഭാഷകൻ ചാപ്റ്റർ 42. ചോദ്യം 1. പങ്കാളിയും സഹയാത്രികനും ആയി ചെയ്യേണ്ടതിൽ ലജ്ജിക്കേണ്ട എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? കണക്ക് തീർക്കുന്നതിൽ, പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ, തക്ക ശിക്ഷ കൊടുക്കുന്നതിൽ. 2. തക്ക ശിക്ഷ കൊടുക്കണം എന്ന് പ്രഭാഷകൻ പറയുന്നത് ആർക്കാണ്? കുട്ടികൾക്ക്, സ്നേഹിതന്, ദുഷ്ടനായ ദാസന്. 3. ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന ആരെയാണ് ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നത്? വൃദ്ധനെ, അജ്ഞനെ, വിഡ്ഢിയെ. 4. പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് ആര്? മകൾ, മകൻ, മക്കൾ. 5. ഭർത്തൃമതിയായ മകളെക്കുറിച്ച് പിതാവിൻ്റെ ശങ്ക എന്ത്? അവിശ്വസ്തതയോ വന്ധ്യയോ ആവുമെന്ന്, ഭർത്താവിനെ ഉപേക്ഷിക്കുമോ എന്ന്, നന്നായി പെരുമാറുമോ എന്ന്. 6. പിതാവിനെ നഗരത്തിൽ സംസാരവിഷയം ആക്കുന്നതും ജനമധ്യേ അപമാനിത ആക്കുന്നതും ആര്? സ്ത്രീ, മക്കൾ, ദുശാഠ്യക്കാരിയായ പുത്രി. 7. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്തു വരുന്നു? പരദൂഷണം, അപമാനം, ദുഷ്ടത. 8. എന്തു വഴിയാണ് കർത്താവിൻ്റെ പ്രവർത്തികൾ നിർവഹിക്കപ്പെടുന്നത്? പ്രഘോഷണം വഴി, വചനം വഴി, കർത്താവിൻ്റെ മഹത്വം വഴി. 9. ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ചറിയുന്നത് ആര്? ക്രിസ്തു, സർവശക്തനായ കർത്താവ്, പ്രപഞ്ചം. 10. സർവശക്തനായ കർത്താവിന് അജ്ഞാതമല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? ചിന്ത, പ്രവൃത്തി, ജ്ഞാനം. 11. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവർണ്ണനീയമാണെന്ന് പറയുന്നത് ആർക്ക്? വിശുദ്ധർക്ക്, ശിഷ്യർക്ക്, സ്വർഗവാസികൾ. ഉത്തരങ്ങൾ: 1. കണക്ക് തീർക്കുക. 2. ദുഷ്ടനായ ദാസന്. 3. വൃദ്ധനെ. 4. മകൾ. 5. അവിശ്വസ്തതയോ വന്ധ്യയോ ആവുമെന്ന്. 6. ദുശാഠ്യക്കാരിയായ പുത്രി. 7. ദുഷ്ടത. 8. വചനം വഴി. 9. സർവശക്തനായ കർത്താവ്. 10. ചിന്ത. 11. വിശുദ്ധർക്ക്.